നുണകഥകൾ പ്രചരിപ്പിച്ചും കള്ളത്തരം ചെയ്യുന്ന പാകിസ്ഥാൻ. നിങ്ങളുടെ അന്ത്യം വിദൂരമല്ല. പാക്കികളുടെ കള്ളക്കഥകളുടെ ധീരകഥകൾ. എത്ര കിട്ടിയാലും പഠിക്കാത്തവരെ കുറിച്ചുള്ള പറയാൻ അറപ്പുള്ള കഥ. പ്രതിരോധം തുടങ്ങിയ അന്ന് രാവിലെ പാക്കികൾ കണി കണ്ടത് ഇന്ത്യയുടെ മിസൈലുകൾ. അവരിൽ നിന്നും ആദ്യം വന്ന പ്രചാരണം അതായിരുന്നു. ചിത്രങ്ങൾ സഹിതം വാർത്ത പലരും കൊടുത്തു. പിന്നീട് അങ്ങോട്ട് കള്ളക്കഥകളുടെ വെടിക്കെട്ടായിരുന്നു. നമ്മുടെ സുദർശൻ ചക്ര S-400 തകർത്തു എന്നും വാർത്ത വന്നു. അതിനൊപ്പം വന്നതോ പഴയ ചിത്രങ്ങൾ. ഫോട്ടോ ആണ് പാക്കികളുടെ പ്രതിരോധത്തിന്റെ PR വർക്ക് ചെയ്യുന്നവരുടെ മെയിൻ കഴിവ്. ചേരുന്ന ഫോട്ടോ തപ്പിയെടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്യും. എവിടെന്ന് കിട്ടിയോ ആവോ ഇത്തരത്തിൽ ചേരുന്ന ചിത്രങ്ങൾ. പഴയ ബെയ്റൂട്ട് സംഭവത്തിന്റെ വീഡിയോ എടുത്ത് പാകിസ്ഥാൻ ഇന്ത്യയിൽ ചെയ്തതാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുക. പിന്നെ ഇന്ത്യൻ പോസ്റ്റ് പാകിസ്ഥാൻ ആർമി തകർത്തു എന്ന് പറഞ്ഞ് വാർത്തകൾ കൊടുക്കുക. ഫിദയിൻ ഇന്ത്യൻ ആർമി അറ്റാക്ക് ചെയ്തു എന്നും പറഞ്ഞു വാർത്തകൾ. ജമ്മുവിലെ എയർബേസ് തകർത്തു എന്നും കാബൂൾ എയർപോർട്ട് ബ്ലാസ്റ്റിന്റെ ചിത്രങ്ങൾ കൊടുത്ത് വൈറലാക്കി. അത് മാത്രമല്ല, വീഡിയോ വരെ പാക്കികളുടെ കഴിവാക്കി വാർത്ത ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തു. ഗുജറാത്തിലെ ഹസീറ പോർട്ട് പച്ചപ്പട അറ്റാക്ക് ചെയ്തു. പാക്കികൾ സുഗിയോ മിസൈൽ തകർത്തു. പൈലറ്റിനെ പിടിച്ചു. അതിനായി ഉപയോഗിച്ച ചിത്രം 2014 മഹാരാഷ്ട്രയിൽ സംഭവിച്ച ജെറ്റ് ക്ലാഷ്. കൂടെ പറയട്ടെ, റാഫേൽ വിമാനം തകർത്തു എന്നും പറഞ്ഞ് അവർ കൊടുത്തത് 2021 പഞ്ചാബ് മോഗ ജില്ലയിൽ സംഭവിച്ച ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫൈറ്റർ ജെറ്റിന്റെ അപകടമാണ്. റാഫേൽ ജെറ്റ് വെടിവെച്ച് കത്തിച്ചു എന്ന രീതിയിൽ കൊടുത്തതോ സെപ്റ്റംബർ 2024 ഇന്ത്യൻ എയർഫോഴ്സിന്റെ MiG-29 രാജസ്ഥാനിൽ തകർത്തതാണ്. റാഫേൽ ജെറ്റ് തകർത്തു എന്ന് പറഞ്ഞ് അവർ കൊടുത്തത് 2024 സെപ്റ്റംബറിൽ ഇന്ത്യൻ എയർഫോഴ്സ് MiG-29 രാജസ്ഥാനിൽ തകർന്നതിൻ്റെതാണ്. പാകിസ്ഥാനിൽ നടന്ന സംഭവങ്ങളും ഇവർ വീഡിയോ ഇടുന്നുണ്ട്. ശ്രീനഗർ ഇന്ത്യ ബേസ് തകർത്തു എന്നതിന് ഇവർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. എവിടെയാണ് സംഭവിച്ചതെന്നത് കൂടെ പറഞ്ഞ് വിശ്വാസം കൊടുത്താണ് ഇവർ പോസ്റ്റ് ചെയ്യുന്നത്. എടുത്തു പറയേണ്ടത് സപ്പോർട്ടൊക്കെ വേണം, എങ്കിലും ഇങ്ങനെ വാരി വിതറരുത് ചൈനയോടാണ്. 3 ഇന്ത്യൻ ജെറ്റ് ഇന്ത്യൻ കൺട്രോൾ കാശ്മീരിൽ വീണു എന്ന് പറഞ്ഞ് ചൈന ഡെയിലി പോസ്റ്റ് ഇട്ടു. അതിന് ഇട്ട ഫോട്ടോ എന്ന് പറയുന്നത് ചുറ്റും ആളുകൾ സന്തോഷം പൂണ്ടു നിൽക്കുന്നത്. ഏറ്റവും വലിയ കോമഡി ഇന്ത്യൻ മിലിറ്ററി കോളനി ആക്രമിക്കപ്പെട്ടു എന്നതാണ്. ഇന്ത്യൻ ബ്രിഗേഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിക്കപ്പെട്ടു. DRDO സയന്റിസ്റ്റ് AS കുമാറിന്റെ കത്ത് എന്ന രീതിയിൽ ബ്രഹ്മോസിന്റെ പരാജയങ്ങളെ കുറിച്ചൊരു കത്ത്. സമാധാനം കാണിച്ചല്ല, തോൽവിയുടെ വെള്ളക്കൊടി ഇന്ത്യ അതിർത്തിയിൽ വെച്ചു എന്നെല്ലാം പറഞ്ഞ് കടൽ പോലെ കള്ളത്തരങ്ങൾ കിടക്കുകയാണ്. ഈ വെള്ളക്കൊടിയുടെ കഥയാവട്ടെ 2019 പാകിസ്ഥാൻ അവരുടെ പട്ടാളക്കാരുടെ ഡെഡ് ബോഡീസ് ഏറ്റുവാങ്ങാൻ വേണ്ടി വെച്ചതാണ്. നമ്മുടെ വനിതാ പൈലറ്റ് അവരുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞ പോസ്റ്റുകൾ ഫേക്കാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലേ പാകിസ്ഥാനെ? ഇന്ത്യയുടെ അടുത്തേക്ക് വരാൻ നിങ്ങൾക്കാവില്ല. ഇതുപോലെയുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക. CGTN ചൈനീസ് മീഡിയ ആണ്. ഇവർ പോലും ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റ് തകർത്ത വാർത്ത കൊടുത്തിരുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ ആയുധമാക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. ഇതിലൂടെ അവർ തേടുന്ന വിജയം ഈ തീവ്രവാദ മനോഭാവമുള്ളവരെ അഭിമാനം കൊള്ളിക്കുന്നതാണ്. വെറുപ്പിന്റെ വിത്ത് പാകുകയുമാണ് ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ തിരിച്ചറിയുക, ഇന്ത്യയുടെ PIB അതായത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കണ്ടെത്തിയ കുറെ കള്ളപ്രചാരണങ്ങളാണ് ഇതെല്ലാം. ഇനിയും ഇത്തരത്തിൽ വരും. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക.